കോർപ്പറേഷൻ്റെ വികസനത്തിനുള്ള അംഗീകാരമാണ് അഖിലെ. നിങ്ങൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നു. ഇപ്പോൾ 50ലേക്ക് നിങ്ങൾ 10ലേക്ക് നിങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന വികസനത്തിന് ഈ ജനം നൽകുന്ന അംഗീകാരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഗോകുൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ 5ലധികം അവാർഡുകൾ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയത്. വസ്തുതകളെ പച്ചക്കള്ളമാക്കി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കരുത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ 2024 അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്, ഡിജിറ്റൽ ഇന്ത്യയ്ക്കും അതുപോലെ തന്നെ മാലിന്യ ശേഖരണത്തിൻ്റെയും 2023 അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഞാനിത് പറഞ്ഞത്. ഈ സിറ്റിസൺ സർവീസിൻ്റെ 1ാം സ്ഥാനം അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. അമൃത് പദ്ധതി മികച്ച പ്രകടനം, അതിനായി 10 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്. നീതി ആയോഗ് മാലിന്യ സംസ്കരണ അവാർഡ്, ദാരിദ്ര്യമുക്തത്തിനും ഉള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷന്. നീതി ആയോഗ് നൽകിയ അവാർഡ് അല്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ഈ ജനത്തോട് സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് ആരാധ്യായ മേയറാണ്, നൽകിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കിട്ടിയ 25 അവാർഡുകളിൽ 5 എണ്ണത്തിന്റെ പേരാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. വെല്ലുവിളിച്ചത്